തൂപ്പുകാരനായ ഒരു കുട്ടി 500 കോടിയുടെ ഒരു എഞ്ചിനിൽ ചെയ്ത് കണ്ടപ്പോൾ എഞ്ചിനീയർമാർ പോലും ഞെട്ടിപ്പോയി. സംഭവം ഇങ്ങനെയാണ്. ലോകപ്രശസ്തമായ ഒരു വലിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അന്ന് നിശബ്ദമായിരുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് മരണത്തിൻ്റെ ഒരു ഭാരം ഉണ്ടായിരുന്നു. കാരണം 500 കോടിയിലേറെ രൂപ മുടക്കി നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ സൂപ്പർനോവ X1 എന്ന എഞ്ചിൻ പണിമുടക്കി നിൽക്കുകയാണ്. വിക്ഷേപണത്തിന് വെറും 2 മണിക്കൂർ മാത്രം. പ്രധാന ശാസ്ത്രജ്ഞനായ ഡോക്ടർ വർമ്മ തലയിൽ കൈവച്ചിരിക്കുകയാണ്. ചുറ്റും അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും വന്ന വമ്പൻ എഞ്ചിനീയർമാരും ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ ആയിട്ട് പരക്കം പായുന്നു. സർ, കോഡിങ്ങിൽ കുഴപ്പമില്ല, ഒരാൾ വിളിച്ചു പറഞ്ഞു. സർ, ഫ്യൂൽ പമ്പ് ഒക്കെയാണ്, മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു. സർ, സർക്യൂട്ടുകളൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ എന്താണ് എഞ്ചിന്റെ പ്രശ്നം? ജപ്പാനിലെ എഞ്ചിനീയർ മുടി പറിച്ച് ചോദിച്ചു. എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുമ്പോഴൊക്കെ ഒരു ദയനീയമായ ഗഗ് ശബ്ദം കേൾക്കാം. പക്ഷേ അത് സ്റ്റാർട്ടാകുന്നില്ല. 500 കോടിയുടെ യന്ത്രം വെറുമൊരു പാട്ടക്കാരൻ പോലെ കിടക്കുന്നു. ഈ സമയത്താണ് അപ്പു അവിടേക്ക് വന്നത്. ആ ലാബിലൊരു തൂപ്പുകാരനാണ് അപ്പു. കയ്യിലൊരു പഴയ ചൂലും മുഷിഞ്ഞ വസ്ത്രവുമായിട്ടാണ് അയാൾ വന്നത്. അതാണ് അവൻ്റെ വേഷവും. വലിയ വലിയ ഇംഗ്ലീഷ് വാക്കുകൾ കേട്ട് അപ്പു അന്തം വിട്ടു നിൽക്കുകയാണ്. ശാസ്ത്രജ്ഞൻ ബഹളം വെക്കുന്നത് കേട്ട് അപ്പു മെല്ലെ ഡോക്ടർ വർമ്മയുടെ അടുത്തേക്ക് നീങ്ങി. സാറേ, അപ്പു വിളിച്ചു. ഡോക്ടർ വർമ്മ ദേഷ്യത്തോടെ നോക്കി. എന്താടാ, ഇവിടെ 500 കോടി രൂപ വെള്ളത്തിലാവാൻ പോകുന്നു. അപ്പോഴാണ് നിന്റെ ഒരു... അല്ല സാറേ, ഞാൻ ഈ എഞ്ചിന്റെ അടിഭാഗം തൂക്കുമ്പോഴേ ഒരു ശബ്ദം കേട്ടിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. എല്ലാവരും നിശബ്ദരായി. നാസയിലെ വരെ ശാസ്ത്രജ്ഞർ തോറ്റു നിൽക്കുമ്പോൾ 8ാം ക്ലാസ് തോറ്റ തൂപ്പുകാരൻ എഞ്ചിൻ നന്നാക്കാൻ പോകുന്നു. എല്ലാവരും പുച്ഛത്തോടെ ചിരിച്ചു. പക്ഷെ ഡോക്ടർ വർമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. ശരി, നീ നോക്ക്, ഇതിലും വലുതൊന്നും ഇനി സംഭവിക്കാനില്ലല്ലോ. അപ്പു തന്റെ ചൂൽ ഭിത്തിയിൽ ചാരി വെച്ചു. അവൻ ആ കൂറ്റൻ എഞ്ചിന്റെ അടിഭാഗത്തേക്ക് നൂഴ്ന്നു കയറി. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അപ്പു എഞ്ചിന്റെ ഫാനിന്റെ ഭാഗത്ത് സൂക്ഷിച്ചു നോക്കി. കറങ്ങേണ്ട ടർബൈൻ ഫാൻ അനങ്ങുന്നില്ല. അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ടോർച്ച് എടുത്ത് അടിച്ചു നോക്കി. അവിടെ ആ ഭീമൻ എഞ്ചിന്റെ പ്രധാന ഫാനുകൾക്കിടയിൽ ഒരു ചെറിയ എലിക്കുഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നു. പാവം എലി അവിടെ കിടന്ന് അനങ്ങാൻ വയ്യാതെ ശ്വാസം മുട്ടുകയാണ്. അതിന്റെ ചെറിയ ശരീരം കാരണം ഫാൻ ജാമായി പോയിരിക്കുന്നു. സെൻസറുകൾ ഇത് കണ്ട് എഞ്ചിൻ ഓഫാക്കുകയാണ്. അപ്പു മെല്ലെ എലിയുടെ വാലിൽ പിടിച്ച് അതിനെ പുറത്തെടുത്തു. എന്നിട്ട് പുറത്തു വന്ന് എലിയെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇവനായിരുന്നു സാറേ വില്ലൻ. 500 കോടിയുടെ എഞ്ചിന് ഇവനൊരു 5 പൈസയുടെ വില പോലും കൊടുത്തില്ല. അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ വർമ്മ വിറയ്ക്കുന്ന കൈകളുടെ സ്വിച്ച് ബോർഡിലേക്ക് നീങ്ങി. സ്റ്റാർട്ട് ബട്ടൺ അമർത്തി. വൂം! ആ ശബ്ദം ലാബ് മുഴുവൻ കുലുങ്ങുന്ന ശബ്ദം. സൂപ്പർനോവ എഞ്ചിൻ ഗർജിച്ചു തുടങ്ങി. നീല നിറത്തിലുള്ള തീജ്വാലകൾ പുറത്തേക്ക് വന്നു. ലാബിലെ കരഘോഷം മുഴങ്ങി. ശാസ്ത്രജ്ഞൻ അപ്പുവിനെ എടുത്തുയർത്തി. അന്ന് ഡോക്ടർ വർമ്മ അപ്പുവിനോട് ചോദിച്ചു, അപ്പോൾ ഇത്രയും വലിയ കമ്പ്യൂട്ടറുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് നീ എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പു വിനയത്തോടെ പറഞ്ഞു. സാറേ, നിങ്ങളെല്ലാവരും നോക്കിയത് 500 കോടിയുടെ കണക്കുകളിലേക്കാണ്. ഞാൻ നോക്കിയത് വെറും സാധാരണക്കാരന്റെ കണ്ണുകൊണ്ടാണ്. ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം വളരെ ചെറുതായിരിക്കും. അന്ന് മുതൽ ആ സ്പേസ് സെന്ററിൽ ഒരു ബോർഡ് തൂങ്ങി. പ്രശ്നങ്ങൾ വലുതായാലും പരിഹാരം ലളിതമായി ചിന്തിക്കുക. ഒപ്പം അപ്പുവിന് അവിടെ ചീഫ് ഒബ്സർവേഷൻ ഓഫീസർ എന്ന പുതിയ ജോലിയും കിട്ടി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെയുള്ള കഥകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.